ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് യൂറോപ്യരുടെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാരുടെ വിജയം എന്നുള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം. 1813 മുതൽ 1822 വരെയുള്ള കാലഘട്ടത്തിൽ ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ എത്രത്തോളം ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർ പിടിച്ചടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം മറാത്ത മുഖ്യന്മാരുടെ ശക്തി തകർത്തു. എന്നാൽ അവരുടെ ആത്മധൈര്യത്തെ അത് തകർത്തിരുന്നില്ല. അപ്പോൾ രണ്ടാം മറാത്ത യുദ്ധത്തിൽ ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്തരാണ് പരാജയപ്പെടുന്നത്. അവരുടെ ശക്തി തകർന്നെങ്കിലും അവരുടെ ആത്മധൈര്യം തകർന്നിട്ടുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യവും നഷ്ടപ്രതാപവും വീണ്ടെടുക്കാൻ 1817 അവർ ഗൗരവമായിട്ടുള്ള ഒരു അവസാന ശ്രമം നടത്തി. മറാത്ത മുഖ്യരുടെ ഒരു ഐക്യമുന്നണി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരായിരുന്നു? പേഷ്വയായിരുന്നു. അപ്പോൾ അവരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് 1817 ഒരു അവസാന ശ്രമം അവർ നടത്തി. അതിൽ നേതൃത്വം നൽകിയത് പേഷ്വയായിരുന്നു. 1817 നവംബറിൽ പേഷ്വ പൂനെയിലെ ബ്രിട്ടീഷ് റെസിഡൻസി ആക്രമിച്ചു. നാഗ്പൂരിൽ അപ്പ സാഹിബ് നാഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന റെസിഡൻസി ആക്രമിക്കുകയും മാധവറാവു ഹോൾക്കർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നാഗ്പൂരിലെ അപ്പ സാഹിബ് നാഗ്പൂരിലുള്ള ബ്രിട്ടീഷുകാരുടെ റെസിഡൻസി ആക്രമിച്ചു. മാധവറാവു ഹോൾക്കർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഗവർണർ ജനറലായ ഹേസ്റ്റിങ്സ് പ്രഭു സ്വാഭാവികമായ ഊർജ്ജസ്വലതയോടെ തന്നെ തിരിച്ചടിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കാൻ അദ്ദേഹം സിന്ധ്യയെ നിർബന്ധിക്കുകയും പേഷ്വയുടെയും ബോൺസ്ലെയുടെയും ഹോൾക്കറുടെയും സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ശക്തമായി തന്നെ ഹേസ്റ്റിങ്സ് പ്രഭു ഇതിനെ തിരിച്ചടിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹം സിന്ധ്യയെ നിർബന്ധിക്കുകയും പേഷ്വയുടെയും ബോൺസ്ലെയുടെയും ഹോൾക്കറുടെയും സൈന്യങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങൾ കൂട്ടിക്കൊണ്ട് ഹോൾക്കറും ബോൺസ്ലെയും സബ്സിഡിയറി സേനകളെ രൂപീകരിച്ചു. മറാത്ത അഭിമാനത്തെ തൃപ്തിപ്പെടുത്താൻ പേഷ്വയുടെ ചില പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് സത്താറ രാജ്യം രൂപീകരിക്കുകയും ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരന് നൽകുകയും ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ ആശ്രിതരെന്ന നിലയിൽ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ മറാത്ത അഭിമാനത്തെ തൃപ്തിപ്പെടുത്താൻ പേഷ്വയുടെ ചില പ്രദേശങ്ങൾ ചേർത്ത് സത്താര രൂപീകരിക്കുകയും ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരന് നൽകുകയും ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ ആശ്രിതരെന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് തുടർന്നുള്ള കാലം നീങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ രാജ്യങ്ങളിലെ മറ്റു ഭരണാധികാരികളെ പോലെ മറാത്ത മുഖ്യന്മാരും ബ്രിട്ടീഷ് ശക്തിയുടെ കാരുണ്യത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. രജപുത്താന രാജ്യങ്ങൾക്ക് മേലെ അനേക ദശകങ്ങളായി സിന്ധ്യയും ഹോൾക്കറും ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. മറാത്തരുടെ പതനത്തിന് ശേഷം സ്വാതന്ത്ര്യം ഉറപ്പിച്ചെടുക്കാൻ ശക്തിയില്ലാതെ അവർ ഉടൻ തന്നെ ബ്രിട്ടീഷ് പരമാധികാരത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രജപുത്താന രാജ്യങ്ങൾക്ക് മേൽ അനേക ദശകങ്ങളായി സിന്ധ്യയും ഹോൾക്കറും ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. മറാത്തരുടെ പതനത്തിന് ശേഷം സ്വാതന്ത്ര്യം ഉറപ്പിച്ചെടുക്കാൻ ശക്തിയില്ലാതെ അവർ ഉടനെ തന്നെ ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിച്ചു. അങ്ങനെ 1818 പഞ്ചാബും സിന്ധും ഒഴികെ ഇന്ത്യ ഉപഭൂഖണ്ഡം ആകമാനം ബ്രിട്ടീഷ് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു. ബാക്കി ഭാഗം ബ്രിട്ടീഷ് പരമാധികാരത്തിന് കീഴിൽ ഒരു കൂട്ടം രാജാക്കന്മാർ ഭരിച്ചു. ഈ രാജ്യങ്ങൾക്ക് സ്വന്തം സായുധ സൈന്യമോ വിദേശ നാണയങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1818 പഞ്ചാബും സിന്ധും ഒഴികെയുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ആരുടെ കൈകളിലായി? ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അതിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു. ബാക്കി ഭാഗം ബ്രിട്ടീഷ് പരമാധികാരത്തിന് കീഴിൽ ഒരു കൂട്ടം രാജാക്കന്മാർ ഭരിച്ചു. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് സ്വന്തം സായുധ സൈന്യമോ വിദേശ നയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിയന്ത്രിക്കുന്നതിന് രാജ്യത്ത് പാർപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി അവർ
തുക നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ രംഗത്ത് പോലും ഒരു റെസിഡൻസിയിലൂടെ പ്രയോഗിച്ച ബ്രിട്ടീഷ് അധികാരം അവരെ അംഗീകരിച്ചു. അവർ നിതാന്ത നിരീക്ഷണത്തിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാർ രാജ്യത്ത് പാർപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി ഇന്ത്യക്കാർ ഒരു വലിയ തുക നീക്കി വെക്കണം. മാത്രമല്ല ഇന്ത്യക്കാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും അവർ ഇടപെടുകയും ചെയ്യും. അപ്പോൾ ഈ രംഗത്ത് പോലും, പക്ഷേ ഈ രംഗത്തൊക്കെ ഒരു റെസിഡൻസിയിലൂടെ പ്രയോഗിച്ച ബ്രിട്ടീഷ് അധികാരം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ബ്രിട്ടീഷുകാരുടെ അധികാരം എങ്ങനെയാണ് നിലയുറപ്പിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാറുള്ളത്. അപ്പോൾ ഇന്ത്യയെ ആകമാനം കീഴടക്കുന്ന ജോലി 1818 മുതൽ 1857 വരെയുള്ള കാലത്ത് ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കി. സിന്ധിനെയും പഞ്ചാബിനെയും കീഴടക്കുകയും അവധിനെയും സെൻട്രൽ പ്രോവിൻസിനെയും മറ്റനേകം ചെറിയ രാജ്യങ്ങളെയും തങ്ങളുടെ പ്രദേശത്തേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്താണോ അവർ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, അതായത് ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിൽ ആധിപത്യം നേടണമെന്നാണോ അവരുടെ ദൗത്യം, അത് 1818 മുതൽ 1857 വരെയുള്ള കാലത്ത് അവർ പൂർത്തിയാക്കി. അപ്പോൾ സിന്ധിനെയും പഞ്ചാബിനെയും കീഴടക്കുകയും അവധിനെയും സെൻട്രൽ പ്രോവിൻസിനെയും ചെറിയ രാജ്യങ്ങളെയും തങ്ങളുടെ പ്രദേശത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി സിന്ധ് കീഴടക്കുന്നതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. യൂറോപ്പിലും ഏഷ്യയിലും ഇംഗ്ലണ്ടും റഷ്യയും തമ്മിൽ വർദ്ധിച്ചു കൊണ്ടിരുന്ന സംഘർഷവും തുടർന്ന് റഷ്യ അഫ്ഗാനിസ്ഥാനിലൂടെയോ പേർഷ്യയിലൂടെയോ ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഇംഗ്ലീഷുകാരുടെ ഭീതിയും കാരണമാണ് സിന്ധ് കീഴടക്കപ്പെട്ടത്. അതായത് യൂറോപ്പിലും ഏഷ്യയും ഇംഗ്ലണ്ടും റഷ്യയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘടനയുണ്ട്. യൂറോപ്പിലും ഏഷ്യയിലും ഇംഗ്ലണ്ടും റഷ്യയും തമ്മിലുള്ള സംഘടനയുണ്ട്. തുടർന്ന് റഷ്യ അഫ്ഗാനിസ്ഥാനിലൂടെയോ പേർഷ്യയിലൂടെയോ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ ഭീതിയുമുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് സിന്ധ് കീഴടക്കിയത്. റഷ്യയെ നേരിടുന്നതിന് സ്വാധീനം അഫ്ഗാനിസ്ഥാനിലും പേർഷ്യയിലും വർദ്ധിപ്പിക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. റഷ്യയെ നേരിടാൻ വേണ്ടി എന്ത് ചെയ്യണം? അഫ്ഗാനിസ്ഥാനിലും പേർഷ്യയിലും സ്വാധീനം വർദ്ധിപ്പിക്കണം. സിന്ധിനെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ നയം വിജയകരമായി നടപ്പാക്കാനാവൂ എന്ന് അവർക്ക് തോന്നി. സിന്ധിനെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഒരു നയം വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ സിന്ധു നദിയുടെ കച്ചവട സാധ്യതകൾ ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. അപ്പോൾ യൂറോപ്പിലും ഏഷ്യയിലും ഇംഗ്ലണ്ടും റഷ്യയും തമ്മിൽ നിരന്തരം സംഘടന നടക്കുന്നുണ്ട്. ഇതും റഷ്യ അഫ്ഗാനിസ്ഥാനിലൂടെയോ പേർഷ്യയിലൂടെയോ ഇന്ത്യയെ ആക്രമിക്കുമോ എന്ന ഭയവും ബ്രിട്ടീഷുകാർക്ക് സിന്ധ് ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ റഷ്യയെ നേരിടുന്നതിന് അഫ്ഗാനിസ്ഥാനെയും പേർഷ്യയും സ്വാധീനിക്കാൻ അവർ തീരുമാനിച്ചു. സിന്ധിനെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഒരു നയം വിജയകരമാക്കി നടക്കാൻ പറ്റൂ എന്ന് അവർക്ക് തോന്നി. അപ്പോൾ സിന്ധു നദിയുടെ കഥകൾ ഒരു പ്രത്യേക ആകർഷണമുള്ള കാര്യമായിരുന്നു. അങ്ങനെ 1832 ഒരു സന്ധി പ്രകാരം സിന്ധിലെ റോഡുകളും നദികളും ബ്രിട്ടീഷ് വാണിജ്യത്തിനായിട്ട് തുറന്നു കൊടുത്തു. 1832 സന്ധി പ്രകാരം സിന്ധിലെ മുഖ്യന്മാരായ അമീറുകൾ 1839 ഒരു സബ്സിഡിയറി സന്ധി ഒപ്പിടാൻ നിർബന്ധരായി. പ്രാദേശിക ഐക്യത്തെ മാനിക്കുമെന്ന് മുൻകാലങ്ങളിൽ ഉറപ്പിച്ചു നൽകിയിരുന്നു എങ്കിലും 1843 ഒരു ചെറിയ യുദ്ധത്തിന് ശേഷമാണ് സർ ചാൾസ് നേപ്പിയർ സിന്ധിനെ ബ്രിട്ടീഷ് പ്രദേശങ്ങളോട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ 1832 ഒരു സന്ധി പ്രകാരം സിന്ധിലെ റോഡുകളും നദികളും ബ്രിട്ടീഷ് വാണിജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ സിന്ധിലെ മുഖ്യന്മാരായ അമീറുകൾ 1839 ഒരു സബ്സിഡിയറി സന്ധി ഒപ്പിടാൻ നിർബന്ധരായി. പ്രാദേശിക ഐക്യത്തെ മാനിക്കുമെന്ന് മുൻകാലങ്ങളിൽ ഉറപ്പിച്ച് നൽകിയിരുന്നു എങ്കിലും 1843 ഒരു ചെറിയ യുദ്ധത്തിന് ശേഷം സർ ചാൾസ് നേപ്പിയർ സിന്ധിനെ ബ്രിട്ടീഷ് പ്രദേശങ്ങളോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ അദ്ദേഹം നേരത്തെ ഡയറിയിൽ ഇപ്രകാരം എഴുതി: സിന്ധ് കീഴടക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല, നാം അത് ചെയ്യും. വളരെ നേട്ടങ്ങളുള്ളതും പ്രയോജനകരമുള്ളതുമായ തമ്മാടിത്തരമായിരിക്കും അത്.
ഈ കൃത്യം ഭംഗിയായി നിർവഹിച്ചതിന് സമ്മാനമായി അദ്ദേഹത്തിന് 7 ലക്ഷം രൂപ ലഭിച്ചു. അപ്പോൾ 1832 ഒരു സന്ധി പ്രകാരം സിന്ധിലെ റോഡുകളും നദികളും ബ്രിട്ടീഷ് വാണിജ്യത്തിനായിട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ സിന്ധിലെ മുഖ്യന്മാരായ അമീറുകൾ 1839 ഒരു സബ്സിഡിയറി സന്ധി ഒപ്പിടാൻ നിർബന്ധരായി. സിന്ധിലെ മുഖ്യന്മാർ അമീറുകളാണ്. 1839 ഈ ഒരു സബ്സിഡിയറി സന്ധി. പ്രാദേശിക ഐക്യത്തെ മാനിക്കുമെന്ന് മുൻകാലങ്ങളിൽ ഉറപ്പ് നൽകിയിരുന്നു. എങ്കിലും 1843 ഒരു ചെറിയ യുദ്ധത്തിന് ശേഷം സർ ചാൾസ് നേപ്പിയർ എന്ത് ചെയ്തു? സിന്ധിനെ ബ്രിട്ടീഷ് പ്രദേശങ്ങളോട് കൂട്ടിച്ചേർത്തു. അദ്ദേഹം നേരത്തെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സിന്ധ് കീഴടക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല, എന്നാലും നാം ഇത് ചെയ്യും. കാരണം എന്താണ്? വളരെ നേട്ടമുള്ളതും പ്രയോജനകരവുമായ ഒരു തെമ്മാടിത്തമായിരിക്കും അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ വരുന്നത് പഞ്ചാബ് കീഴടക്കാണ്. 1839 ജൂണിൽ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ മരണശേഷം പഞ്ചാബിലെ രാഷ്ട്രീയ അസ്ഥിരത്വവും ഗവൺമെൻറ്റുകളുടെ ത്വരിതഗതിയിലുള്ള മാറ്റങ്ങളും സംഭവിച്ചു. അപ്പോൾ 1839 മഹാരാജ രഞ്ജിത് സിംഗ് മരിക്കുന്നത്. സ്വാർത്ഥരും അഴിമതിക്കാരുമായ നേതാക്കൾ മുൻനിരയിലേക്ക് വന്നു. ഒടുവിൽ അധികാരം ധീരരും ദേശസ്നേഹികളും എന്നാൽ യാതൊരു അച്ചടക്കമില്ലാത്തവരുമായിട്ടുള്ള സൈന്യത്തിൻ്റെ കൈകളിലേക്ക് പോയി. 1809 രഞ്ജിത് സിംഗുമൊത്ത് നിതാന്ത സഖ്യത്തിലുള്ള ഒരു സന്ധി ഉണ്ടായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു? സത്ലജിനപ്പുറമുള്ള പഞ്ചനദികളുടെ നട്ടിലേക്ക് അവർ ആർത്തിയോടെ നോക്കാൻ തുടങ്ങി. അപ്പോൾ 1839 രഞ്ജിത് സിംഗ് മരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് 1809 ബ്രിട്ടീഷുകാരുമായിട്ടൊരു സന്ധിയുണ്ട്. പക്ഷേ രഞ്ജിത്തിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാർ സത്ലജിനപ്പുറമുള്ള പഞ്ചനദിയുടെ നാട്ടിലേക്ക്, അതായത് പഞ്ചാബിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ യുദ്ധസമാനമായ പഞ്ചാബിലെ അഴിമതിക്കാരായ മുഖ്യന്മാരോടൊത്തുമുള്ള ഗൂഢാലോചനകളാലും പഞ്ചാബ് സൈന്യം പ്രകോപിതരായി. 1845 ശിശിരകാലത്ത് സത്ലജിൻ്റെ കരയിലുള്ള ഹെറോസ്പൂരിലേക്ക് ബോംബെയിൽ നിന്ന് പാലങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ബോട്ടുകൾ അയച്ചിരുന്നു എന്ന വാർത്ത പഞ്ചാബിലെത്തി. 1845 ശിശിരകാലത്ത് സത്ലജിൻ്റെ കരയിലുള്ള ഫിറോസ്പൂരിലേക്ക് ബോംബെയിൽ നിന്ന് പാലങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ബോട്ടുകൾ അയച്ചു എന്ന വാർത്ത പഞ്ചാബിലെത്തി. അപ്പോൾ മുന്നേറ്റ മേഖലകളിൽ കൂടുതൽ സൈന്യങ്ങൾക്ക് ആവശ്യമായ ബാരക്കുകൾ പണിയുകയും പഞ്ചാബുമായുള്ള അതിർത്തിയിലേക്ക് കൂടുതൽ റെജിമെൻറ്റുകൾ അയക്കുകയും ചെയ്തു. പഞ്ചാബ് കീഴടക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പഞ്ചാബ് അതിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാൻ തുടങ്ങി. ഡിസംബറിൽ കമാൻഡർ ഇൻ ചീഫ് ഗഫ് പ്രഭുവും ഗവർണർ ജനറൽ ഹാർഡിഞ്ച് പ്രഭുവും ഫിറോസ്പൂരിലേക്ക് മുന്നേറുന്നുവെന്ന് ഡിസംബറിൽ അവർ കേട്ടു. അങ്ങനെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചു. 1845 ഡിസംബർ 13 ഇങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. വിദേശിൽ നിന്നുള്ള ഭീഷണി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖുകാരെയും ഒന്നിച്ചു നിർത്തി പഞ്ചാബ് സൈന്യം അനിതര സാധാരണമായ ധീരതയോടെ പൊരുതി. എന്നാൽ അവരിൽ ചില നേതാക്കൾ ചതിയന്മാരായി മാറി. പ്രധാനമന്ത്രിയായിരുന്ന രാജ ലാൽ സിംഗും കമാൻഡർ ഇൻ ചീഫ് മിസർ തേജ് സിംഗും ശത്രുവിനോട് രഹസ്യമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പഞ്ചാബ് സൈന്യം തോൽവി സമ്മതിക്കാനും 1846 മാർച്ച് 8 അപമാനകരമായ ലാഹോർ സന്ധി ഒപ്പിടാനും നിർബന്ധിതരായി. പഞ്ചാബ് സൈന്യം തോൽവി സമ്മതിച്ചിട്ട് 1846 മാർച്ച് 8 ഒരു സന്ധിയിൽ അവർ വെക്കുന്നുണ്ട്, ലാഹോർ സന്ധിയിൽ. ഈ ലാഹോർ സന്ധിയിൽ ജലന്ധർ ഡോബ് ബ്രിട്ടീഷുകാർ കൈയടക്കുകയും ജമ്മുവും കാശ്മീരും രാജ ഗുലാബ് സിംഗ് ദോഗ്രയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് കൈമാറുകയും ചെയ്തു. ജലന്ധർ ദോബ് ബ്രിട്ടീഷുകാരെടുത്തു. പകരം ജമ്മുവും കാശ്മീരും രാജ ഗുലാബ് സിംഗ് ദോഗ്രയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ പഞ്ചാബ് സൈന്യം 20,000 കാലാളും 12,000 കുതിരപ്പടയാളികളും മാത്രമായിട്ട് അവശേഷിച്ചു. ശക്തമായൊരു ബ്രിട്ടീഷ് സൈന്യം അവർ ലാഹോറിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1846 ഡിസംബർ 16
രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലെയും പ്രശ്നങ്ങളുടെ മേലെ പരിപൂർണ അധികാരം ബ്രിട്ടീഷ് റെസിഡൻറ്റിന് നൽകിക്കൊണ്ട് മറ്റൊരു സന്ധിയിലും അവർ ഒപ്പുവെച്ചു. രാജ്യത്ത് ഏത് ഭാഗത്തും സൈന്യങ്ങളെ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് റെസിഡൻറ്റ് പഞ്ചാബിലെ യഥാർത്ഥ ഭരണാധികാരിയായി മാറി. പഞ്ചാബിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ഒരു സാമന്ത രാജ്യമായി തീരുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ തീവ്ര സാമ്രാജ്യവാദികളായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അപ്പോഴും അതൃപ്തരായിരുന്നു. കാരണം എന്താ? പഞ്ചാബിന് മേൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണം അവർക്ക് കിട്ടണമായിരുന്നു. അവരുടെ താല്പര്യം അതായിരുന്നു. അങ്ങനെ പ്രാദേശിക കലാപങ്ങളുമായി സ്വാതന്ത്ര്യകാംക്ഷികളായ പഞ്ചാബികൾ 1848 മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് അനുകൂലമായ അവസരം ഉണ്ടായി. 2 പ്രധാന കലാപങ്ങൾ നയിച്ചത് മുൾട്ടാനിലെ മുൾ രാജ്യം ലാഹോറിന് സമീപം ചാറ്റർ സിംഗ് അട്ടാരിവാലയുമായിരുന്നു. അപ്പോൾ 1848 മുൾട്ടാനിൽ മുൾ രാജ്യം, ലാഹോറിന് സമീപം ചാറ്റർ സിംഗ് അട്ടാരിവാലയുമായിരുന്നു സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി പഞ്ചാബികൾ നിർണായകമായിട്ട് പരാജയപ്പെടുന്നുണ്ട്. പഞ്ചാബിനെ കൂട്ടിച്ചേർക്കാൻ ഡൽഹൌസി പ്രഭു ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ ഇന്ത്യയിലെ സ്വതന്ത്രമായ അവസാന രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി ഡൽഹൌസിയും പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന നയവും 1848 മുതൽ 56 വരെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1848 ഡൽഹൌസി പ്രഭു ഇന്ത്യയിലേക്ക് ഗവർണർ ജനറലായിട്ട് വരുന്നുണ്ട്. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണം കഴിയുന്നത്ര വിസ്തൃതമായ പ്രദേശത്തിനുമേൽ വ്യാപിപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ നാശം ഏത് സമയത്താണ് സംഭവിക്കുക എന്നേ ചോദിക്കാനുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു നയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലേക്കുള്ള ബ്രിട്ടീഷ് കയറ്റുമതിക്ക് തടസ്സം ഇന്ത്യക്കാരായ ഭരണാധികാരികളുടെ ദുർഭരണമാണെന്ന് മറ്റ് തീവ്ര സാമ്രാജ്യത്വവാദികളോടൊപ്പം തന്നെ ഡൽഹൌസിയും വിശ്വസിച്ചു. മാത്രമല്ല, ഇന്ത്യക്കാരായ സഖ്യകക്ഷികൾ ഇന്ത്യയെ കീഴടക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി അവരെ നഷ്ടങ്ങളില്ലാതെ തന്നെ തള്ളിക്കളയാമെന്നും ബ്രിട്ടീഷുകാർ അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ 1848 ഡൽഹൌസി പ്രഭു ഇന്ത്യയിലേക്ക് ഗവർണർ ജനറലായിട്ട് വരുന്നു. 48 മുതൽ 56 വരെയുള്ള കാലഘട്ടം നേരിട്ടുള്ള ഭരണം കഴിയുന്നത്ര വിസ്തൃതമായ പ്രദേശത്തിനുമേൽ വ്യാപിപ്പിക്കാൻ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ശ്രമിച്ചു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ നാശം ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ നയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കുള്ള ബ്രിട്ടീഷ് കയറ്റുമതിക്ക് തടസ്സം ഇന്ത്യക്കാരായ ഭരണാധികാരികളുടെ ദുർഭരണമാണെന്ന് മറ്റ് തീവ്രവാദ വിഭാഗങ്ങളോടൊപ്പം ഡൽഹൌസി വിശ്വസിച്ചു. തന്നെയുമല്ല, ഇന്ത്യക്കാരായ സഖ്യകക്ഷികൾ ഇന്ത്യയെ കീഴടക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇനി അവരെ നഷ്ടങ്ങളില്ലാതെ തള്ളിക്കളയാമെന്നും ബ്രിട്ടീഷുകാർ കരുതി. ഡൽഹൌസി തൻ്റെ കൈയടക്കൽ നടപ്പിലാക്കിയ മുഖ്യ രീതി ദത്തവകാശ നിരോധന നിയമമായിരുന്നു. അതായത് ദത്തപഹാര തത്വമായിരുന്നു. ഈ തത്വപ്രകാരം ഒരു സംരക്ഷിത രാജ്യങ്ങളിലെ ഭരണാധികാരി സ്വാഭാവികമായി പിൻഗാമിയില്ലാതെ മരിച്ചാൽ രാജ്യത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ദത്തെടുക്കുന്ന അവകാശിക്ക് രാജ്യം കൈമാറില്ല. എന്നാൽ ദത്ത് നേരത്തെ ബ്രിട്ടീഷ് അധികാരികൾ വ്യക്തമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. 1848 സത്താറും 1854 നാഗപൂറും ഝാൻസിയും ഉൾപ്പെടെ അനേകം രാജ്യങ്ങൾ ഈ തത്വപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1848 സത്താറയും 1854 നാഗപൂരും ഝാൻസിയും ഉൾപ്പെടെ മറ്റനേകം രാജ്യങ്ങൾ ഈ തത്വപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി ധാരാളം മുൻ ഭരണാധികാരികളുടെ സ്ഥാനം അംഗീകരിക്കാനോ പെൻഷൻ നൽകാനോ ഡൽഹൌസി വിസമ്മതിച്ചു. ഇങ്ങനെ കർണാടകയിലെയും സൂററ്റിലെയും നവാബുമാരുടെയും തഞ്ചാവൂരിലെ രാജാവിൻ്റെയും സ്ഥാനങ്ങൾ നിന്നു പോകുന്നുണ്ട്. അതുപോലെ ബിദൂറിലെ രാജാവാകട്ടെ മുൻ പേർഷ്യ ബാജിറാവു രണ്ടാമൻ്റെ മരണശേഷം
പെൻഷൻ വളർത്തുപുത്രനായ നാനാ സാഹിബിന് നേടിക്കൊടുക്കാൻ ഡൽഹൌസി വിസമ്മതിച്ചു. അപ്പോൾ കർണാട്ടിക്കിലെയും സൂററ്റിലെയും നവാബുമാരുടെയും തഞ്ചാവൂരിലെ രാജാവിൻ്റെയും സ്ഥാനങ്ങളില്ലാതായി. ബിദൂറിലെ രാജാവാകട്ടെ മുൻ പേഷ്വ ബാജിറാവു രണ്ടാമൻ്റെ മരണശേഷം പെൻഷൻ വളർത്തുപുത്രനായ നാനാ സാഹിബിന് നീട്ടിക്കൊടുക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡൽഹൌസി വിസമ്മതിച്ചു. അവധ് രാജ്യം കീഴടക്കണമെന്ന് ഡൽഹൌസി പ്രഭുവിന് ഏറെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അവധ് രാജ്യം കീഴടക്കണമെന്ന് ഡൽഹൌസി പ്രഭുവിന് ഏറെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം ബക്സാർ യുദ്ധത്തിന് ശേഷം അവധിലെ നവാബുമാർ ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷികളായിരുന്നു. വർഷങ്ങളായി അവർ ബ്രിട്ടീഷുകാരുടെ ഏറെ വിധേയത്വം കാണിച്ചു വന്നു. അവധിലെ നവാബിന് ധാരാളം അനന്തരാവകാശികളുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ദത്തബഹാര തത്വത്തിൻ്റെ പരിധിയിൽ വന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങൾ തട്ടിയെടുക്കാൻ മറ്റേതെങ്കിലും ന്യായം കൊണ്ടെത്തേണ്ടിയിരുന്നു. അവസാനം അവധിലെ ജനങ്ങളുടെ ഭാരം ലഘൂകരിക്കുക എന്ന ആശയം ഡൽഹൌസി പ്രഭുവിന് തോന്നി. നവാബ് വാജിദ് അലി ഷാ രാജ്യത്ത് ദുഷ്ഭരണം നടത്തുന്നുവെന്നും പരിഷ്കരണങ്ങൾ നടത്തുവാൻ വിസമ്മതിക്കുന്നുവെന്നും ആരോപിച്ച് അങ്ങനെ 1856 അദ്ദേഹത്തിൻ്റെ രാജ്യം കൈയടക്കി. അവധിലെ ഭരണത്തിൻ്റെ ജീർണത അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അക്കാലത്തെ മറ്റു രാജാക്കന്മാരെ പോലെ അവധിലെ നവാബുമാർ സുഖഭോഗങ്ങൾക്ക് മുഴുകി സ്വാർത്ഥമായ ഭരണാധികാരികളും ഭരണത്തിനും ആളുകളുടെ ക്ഷേമത്തിനും യാതൊരു ശ്രദ്ധയും നൽകാത്തവരുമായിരുന്നു. എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ ഭാഗികമായ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. കുറഞ്ഞത് 1801 ശേഷമെങ്കിലും അവധിനെ നിയന്ത്രിക്കുകയും പരോക്ഷമായി ഭരിക്കുകയും ചെയ്തത് അവരാണ്. വാസ്തവത്തിൽ മാഞ്ചസ്റ്റർ ചരക്കുകളുടെ വിപണന കേന്ദ്രം എന്ന നിലയിൽ അബദ്ധമായ സാധ്യതകളാണ് ഡൽഹൌസിയുടെ ആർത്തി വളർത്തിയതും അയാളുടെ മനുഷ്യസ്നേഹപരമായ വികാരങ്ങൾ ഉയർത്തിയതും. അപ്പം ഇതേ കാരണം കൊണ്ട് അസംസ്കൃത പരുത്തിക്കായുള്ള ബ്രിട്ടൻ്റെ ആവശ്യം തൃപ്തമാക്കാൻ 1853 ഡൽഹൌസി നിസാമിൽ നിന്ന് പരുത്തി കൃഷി ചെയ്യുന്ന ബിറാർ പ്രവിശ്യ തട്ടിയെടുത്തു. നാട്ടുരാജ്യങ്ങളെ നിലനിർത്തുകയോ കൈയടക്കുകയോ ചെയ്യുന്നത് ഈ സമയത്ത് അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ അന്നൊരു നാട്ടുരാജ്യവും നിലവിലുണ്ടായിരുന്നില്ല. സംരക്ഷിത നാട്ടുരാജ്യങ്ങൾ കമ്പനി നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളെപ്പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇവയിൽ ചില രാജ്യങ്ങളുടെ മേലുണ്ടായിരുന്ന ബ്രിട്ടീഷ് നിയന്ത്രണത്തിൻ്റെ രൂപം വ്യത്യാസപ്പെടുത്തിയത് സൗകര്യത്തിന് വേണ്ടിയാണ്. അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഈ മാറ്റങ്ങളിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി 4ാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ് ഘടനയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും 1757 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.